എൻ്റെ പേര് സന്തോഷം. എന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. പക്ഷെ എൻ്റെ ഒരു പേര് കാട്ടിപ്രായി എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഞാൻ മേശിരിപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം വേർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് എനിക്ക് മേശിരിപ്പണിക്ക് പോകാൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, നീ ചുമ്മാ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും ഒരു പണി ചെയ്യും, അല്ലെങ്കിൽ 10 ഏലം കുഴിച്ചു വെക്ക്, അല്ലെങ്കിൽ പൊടിക്ക് തടം വെട്ട് എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ തൂമ്പായ്ക്ക് കൈയില്ല. കൊള്ളത്തില്ലാതെ ഏതെങ്കിലും വെട്ടിയിടാന്ന് പറഞ്ഞ് തൂമ്പാക്കൈക്ക് ഒരു മരം വെട്ടി ചെത്തിക്കൊണ്ടിരുന്ന സമയത്ത്, നല്ലതായിട്ട് ചെത്തി വേണം തൂമ്പാക്കിയിട്ടാൻ, ചെത്തിക്കൊണ്ടിരുന്ന സമയത്ത് താഴേന്ന് 3-4 ലൈമാമ. ഞാൻ ആദ്യം ഓർത്തത് ഈ ലൈമാമരമാണോ ഇങ്ങനെ ഇടുന്നത്. നോക്കിയപ്പം സ്റ്റാറും നക്ഷത്രമുള്ള കുറേ പോലീസുകാർ വന്നിട്ട് ഇതെന്നാ പരിപാടി. ഞാൻ പറഞ്ഞ സാറേ തൂമ്പൊക്കെ ഇടുന്നു, തെറ്റല്ലല്ലോ, എന്നാൽ ആശാനെങ്കിൽ പോലെ വണ്ടിയോട്ടൊന്ന് കയറിക്കോ. എന്നെ വണ്ടിയെ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ഒരു സാധാ ഒരു രീതിയിൽ നമ്മൾ കവടമൊന്നും ചെയ്തിട്ടില്ല. സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞ് ഞാനവിടെ കസേരയിൽ ഇവിടെ ഇരിക്കുന്നു പറയുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. വെള്ളം കുടിക്കുന്നതൊക്കെ ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, സാറേ എന്താണ് എന്നെ എന്തിനാ സ്റ്റേഷനിലോട്ട് വിളിച്ചത്? ഇത് കാരണം എന്തിനും വേണ്ട. ലാസ്റ്റ് സന്തോഷ് സർക്കിൾ വിളിക്കുന്നുണ്ട്, കയറി ചെല്ലാൻ പറയുന്നു. ഞാൻ ഇങ്ങനെ തുറന്നു തരുന്ന 2 വാതിലാണ്. ആ വാതിൽ ഇങ്ങനെ തുറന്നു ചെല്ലുമ്പോഴത്തേനും സർക്കിൾ അവിടെ ഇരിക്കുന്നു. സർക്കിളിന് എൻ്റെ ഏകദേശം ഈ ഒരു പൊക്ക വരുള്ളൂ. സർക്കിൾ അവിടെ ഇരിക്കുന്നു. എന്താണ്? ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് വിളിച്ചു. നിങ്ങളല്ല ആ കാട്ടുപ്രായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാനാ കാട്ടുപ്രായി. ആ പൊക്കം കുറഞ്ഞ പോലീസുകാരൻ ഒരു ചോറ് വെച്ചത് അടിയിരുന്ന മാത്രം ഓർമ്മയുണ്ട്. തന്നെയൊക്കെ പുന്നീച്ച പറക്കുന്നു, എന്താണ് തന്നെ ഇരുട്ട് കയറുന്നു, ഒരു കാര്യം എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. എന്താ സാറേ ഞാൻ ചെയ്ത തെറ്റ്? എടാ നീ എന്നാ സാധനം തൂമ്പാക്കൈ വെട്ടിയിട്ട്? ഞാൻ പറഞ്ഞു, ഓരോ നിൽക്കുന്ന ഒരു ഉന്നത്തിൻ്റെ കമ്പോ, ഏതൊരു കമ്പ് ഇലയൊക്കെ കണ്ടിട്ട് ഉന്നത്തിൻ്റെ പോലെ ഇരിക്കുന്നു. പിന്നെ ഈ പണി ചെയ്യാൻ വയ്യാത്തവൻ പണി ചെയ്യുമ്പോഴത്തേനും ഇല ഏതാണെന്ന് അറിയത്തില്ലല്ലോ. ഞാൻ ചന്ദനത്തിന്റെ കമ്പാണോ വെട്ടി നിനക്ക് തൂമ്പാക്കിയിട്ട് പണിയുണ്ടെന്ന് ചോദിച്ച് ഒരടി തരുന്നു. എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ വിളിച്ച് വരുന്നു. അടിയുടെ ഒച്ച കേട്ട് അവനോട് ആ നെടുങ്ങടത്തുനിന്നോട് കൂടി ഓട്ടം തൂപ്പാലം വന്നാൽ വന്നിട്ട് ഞാൻ സ്റ്റേഷനിൽ കസേര ഇരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, സാറേ എന്നെ എന്ത് തെറ്റ് ചെയ്തു? കൊണ്ടുവിടാൻ വേണ്ടി ശകലം കഴിഞ്ഞ് എനിക്ക് പോലീസിൻ്റെ കയറാൻ പറഞ്ഞു. എന്നെ കയറ്റി. ഞാനോർത്തു എന്നെ ചിലപ്പം വീട്ടിൽ കൊണ്ടുവിടാനായിരിക്കും മനസാക്ഷിയൊക്കെ തോന്നി. അതേപോലെ മനസ്സൊരിയിരിക്കും. അച്ഛൻ്റെ രോദനം പോലെ ഒരു തൂമ്പാക്കൈ വെട്ടി. അത്രയും തെറ്റേ ഞാൻ ചെയ്തോളൂ. എന്നെ പോലീസ് വണ്ടിയെ കയറ്റി കഴിയും. ഒരു കൂട്ടുകാരനെ എന്നാൽ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. പിന്നെ കൂട്ടുകാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എൻ്റെ ഫോൺ മേടിച്ചവിടെ വെച്ചു. എന്നെ കയറ്റി ഞാൻ പിന്നെ ചെന്ന് കാണുന്നത് ജയിലിൻ്റെ വാതിക്കെ ചെന്ന് കാണുന്നു. തൂമ്പാക്കൈക്ക് കിട്ടുന്നൊക്കെ അടിയാണ്. ആ ജയിലിൻ്റെ വാതിൽ അങ്ങോട്ട് കയറിയത് നമ്മൾ തുറന്നു. നടയടിയിൽ നിന്ന് കണ്ട് ഇപ്പോൾ പറഞ്ഞു കേട്ടു. ആദ്യത്തെ നടയടി ഞാൻ അടവച്ച കണ്ണ്. ഈ നടയടിയും കൊണ്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ എന്തോ കോട്ടയം അയ്യപ്പാസിന് പോലും ഇത്രയും നീളവും ഇത്രയും വീതി. ഞാൻ കയറി ചെല്ലുമ്പോൾ കറക്റ്റ് ഉച്ചഭക്ഷണത്തിന് സമയം. വിശന്ന് ചന്ദന ഈ തൂമ്പാക്കൈയും ചെത്തി മടുത്ത് ചെല്ലുന്ന ഞാൻ ആവശ്യത്തിന് ആഹാരം കഴിച്ചു. അന്നാ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയുടെ ഒരു കൈപ്പുണ്യം. ഇപ്പം ഞാനൊരു ശബ്ദം ചെയ്തു, ഇനി മേലെ തൂമ്പാക്കൈയും ചെത്തിയല്ല, ചന്ദനക്കുറി തൊടത്തുമില്ല, ചന്ദനത്തിൻ്റെ മണം അടിക്കുമ്പോൾ ഞാനിപ്പോൾ മൂക്ക് കുത്തി നടക്കുന്നു. അയ്യോ, എനിക്ക് അടി കിട്ടിയ വേദന മാറിയിട്ടില്ല. ബാക്കി കഥ അടുത്ത ആഴ്ച പറയാം. നന്ദി, നമസ്കാരം.